റിക്വസ്റ്റ് ആണ്. ശരി, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഓക്കെ സാർ, ശരി. എന്നാ ഞാൻ പോട്ടെ. ശരത്തിനെ കണ്ടാൽ ഒന്ന് ഓഫീസിലേക്ക് വരാൻ പറയൂ. ലഞ്ച് ബ്രേക്കിന് ശേഷം അവൻ ആബ്സെന്റ് ആണ്. ഓഹോ, ശരി. എത്ര സമയം ആ വാളിയ, എത്ര സമയം ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. എങ്ങനെയുണ്ടളിയാ കഞ്ചാവ് കച്ചവടം? കുഴപ്പമില്ല, തട്ടിമുട്ടി പോകുന്നുണ്ട്. അയ്യേ, എനിക്ക് വേണ്ട. അങ്ങനെ വന്നാൽ ശരിയാവില്ല. ഇതിന്റെ കച്ചവടം നടത്തുന്ന നിനക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്നും അറിയണ്ടേ? ഇതാ, വേണ്ട. ഇങ്ങനെ പിടിക്ക്. ആ, വിളിച്ചോ. ആ, കുഴപ്പമില്ല, അത് ശരിയാവും. ആദ്യം എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാ. പ്രിൻസിപ്പൽ, ഇയാൾക്ക് വരാൻ കണ്ട ഒരു സമയം. നമുക്കിവരെ പോലീസിൽ ഏൽപ്പിക്കണം. അങ്ങനെ ചെയ്താൽ അത് നമ്മുടെ കോളേജിനെ സൽപ്പേരിനെ ബാധിക്കില്ല. മുന്നിൽ നോണക്കടായല്ല. തൽക്കാലം ഒരു വാണിംഗ് കൊടുത്ത് ഈ സംഭവം ഇവിടെ ഒതുക്കി തീർക്കാം. മനോജ് ഒരു പെണ്ണിനും കൂട്ടി ഇങ്ങോട്ടാണല്ലോ വരുന്നത്. രാജേട്ടാ, ഇതാരാ മനോജ്? നിങ്ങൾ പറഞ്ഞില്ലേ ഒരു വേലക്കാരി വേണമെന്ന്? ഇവള് അന്തസ്സുള്ളൊരു കുടുംബത്തിലാണ്. മാസം 7000 രൂപ ശമ്പളം കൊടുക്കണം. എന്താ നിന്റെ പേര്? എന്റെ പേര് രജനി, വീട് അങ്ങ് വയനാട്ടിലാ. എങ്കിൽ നീ അകത്ത് പോയി പണി തുടങ്ങിക്കോ. എന്റെ മോന് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കണം. ഓ ശരി. എന്തടാ, 1-2 പേരെ കൂടി അതിൽ ഇരുത്തായിരുന്നില്ലേ? രാജേട്ടാ, ഞാൻ പോട്ടെ. എന്താടാ നിന്റെ പേര്? നീ ആളൊരു സുന്ദരക്കുട്ടനാണല്ലോ. നിനക്ക് ഇഷ്ടമുള്ള ആഹാരം എന്താണെന്ന് വെച്ചാ പറഞ്ഞോ, ഞാൻ ഉണ്ടാക്കി തരാം. ഒന്ന് പോകുന്നുണ്ടോ? ശല്യം. എനിക്ക് ദുൽഖർ സൽമാനെ ഇഷ്ടം. പണിയൊന്നുമില്ല, വീട്ടിലെ കാര്യം വളരെ കഷ്ടം. ഹിന്ദിക്കാരും ബംഗാളികളും വന്ന പിന്നെ നമ്മുടെ നാട്ടിലെ കൂലിപ്പണിയെല്ലാം കുറയും. അയ്യോ,
എടാ വാടാ നമുക്ക് പോകാം. ഒരു മിനിറ്റ്, ഞാനിത് വീഡിയോയിൽ എടുക്കട്ടെ. നമുക്കിത് വാട്സാപ്പിൽ ഇടാം. ഇൻഷുറൻസിന്റെ ക്ലെയിം കിട്ടാൻ ബിജിന് വല്ല വഴിയുണ്ടാ? പയ്യന് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി ക്ലെയിം ഒന്നും കൊടുക്കില്ല. RC ഓണർ തന്നെ എല്ലാം സഹിക്കേണ്ടി വരും. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ. ആ ബാബു വന്നല്ലോ. അവനിപ്പോൾ എങ്ങനെയുണ്ട്? രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? സാധ്യത കുറവാണ്. ഏതു സമയത്തും അത് സംഭവിക്കും. നിന്റെ ഭാര്യയ്ക്ക് ലൈസൻസ് ഇല്ലേ? കേസ് അവളോട് ഏറ്റെടുക്കാൻ പറ. അതൊന്നും നടക്കില്ല. ആക്സിഡന്റ് സീൻ മൊബൈൽ പകർത്തി വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്. SI രമേശാണ് ഇത് എന്നോട് പറഞ്ഞത്. നീ അകത്ത് പോയി അവളെയും മോനെ ആശ്വസിപ്പിക്ക്. സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചില്ലേ? ഇനി കരഞ്ഞിട്ട് എന്താ കാര്യം? ബാബുട്ട് എന്നോട് ക്ഷമിക്കണം. അഹങ്കാരം കൊണ്ട് ഞാൻ എന്നെ തന്നെ മറന്നുപോയി. അച്ഛാ, ഞങ്ങൾ പോയിട്ട് വരട്ടെ. ഞങ്ങൾ പോയി വരുന്നവരെ അച്ഛൻ മദ്യം കഴിക്കാതെ കുട്ടികളെ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്നെ അധികം ഉപദേശിക്കണ്ട. പോകുന്നുണ്ടെങ്കിൽ പോയിട്ട് വാ. മക്കളെ, മിഠായി വാങ്ങാൻ കടയിലേക്കൊന്നും പോവരുത്. ഞങ്ങൾ വരുന്നവരെ നല്ല കുട്ടികളായി അച്ചാച്ചൻ പറയുന്നത് അനുസരിക്കണം. അമ്മ, എനിക്ക് ഐസ്ക്രീം കൊണ്ടുവരണേ. എനിക്ക് ലതയെ കാണാൻ കൊതിയാവുന്നു. അന്ന് എന്തൊക്കെയാ ലെക്ചർ അടിച്ചത്. എടി, നീ അവളുടെ ദുഃഖത്തിൽ അധികം സന്തോഷിക്കണ്ട. അവള് കളിച്ച അഹങ്കാരത്തിന് വല്ല കണക്കുണ്ടോ? എടാ സുന്ദരക്കുട്ട, നീ എന്താടാ ഇവിടുന്ന് ആഹാരം കഴിക്കാത്തെ? നീ എന്താടാ ഒന്നും മിണ്ടാത്തെ? എന്നോട് പിണക്കാണോ? ശല്യം. ഇവള് കാരണം ഈ വീട്ടിലേക്ക് തന്നെ വരാൻ തോന്നുന്നില്ല. അടുക്കളയിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം നോക്കിയോ? പച്ചക്കറികളെല്ലാം തീർന്നു. എല്ലാം കുറച്ച് വാങ്ങിച്ചോ. ശരത്തുമോൻ എന്നും പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നത്. നീ എന്താടാ ഇവിടുന്ന് ആഹാരം കഴിക്കാത്തത്? ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കാൻ നിനക്ക് എവിടെ നിന്നാടാ കാശ്? നിന്റെ ആഹാരത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഒരു വേലക്കാരി ഇവിടെ നിർത്തിയത്. എനിക്ക് വേണ്ടിയോ അതോ അച്ഛന് വേണ്ടിയോ? ഞാൻ കോളേജിൽ പോയാൽ പിന്നെ ഇവിടെ എന്താ നടക്കുന്നത് ആർക്കറിയാം? ഞാൻ നിന്റെ അച്ഛനാണെന്ന കാര്യം നീ ഒരിക്കലും മറക്കരുത്. എനിക്ക് ഇവിടെ കണ്ടപ്പോഴേ തോന്നി അവള് ശരിയില്ലെന്ന്. എന്നെയും പാട്ടിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. രജനി, നിന്റെ 1 മാസത്തെ ശമ്പളവും യാത്രാ ചെലവും നിനക്ക് ഞാൻ തരാം. ഇനി ഇവിടെ ഒരു വേലക്കാരി ആവശ്യമില്ല. ഞാൻ മാർക്കറ്റിൽ പോയി വരുമ്പോഴേക്കും നീ തയ്യാറാവണം. മക്കളെ, നിങ്ങൾ കളിക്ക്. അച്ചാച്ചൻ അടുക്കളയിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. ഡിങ്കോ ലാഫി അടിക്കാനല്ലേ? പോയിക്കോ പോയിക്കോ, ഞങ്ങൾ കളിച്ചോളാം. ഡാടാ, അധികം വിളയല്ലേ.
ഈ സാധനങ്ങളെല്ലാം ഒന്ന് വേഗം വേണം. ഇപ്പൊ എടുക്കാം. പോയിട്ട് അല്പം ധൃതിയുണ്ട്. ഇതോ? ബാക്കി നാളെ എടുക്കാം. എന്റെ ഹെൽമെറ്റ് എവിടെ? എന്താ പ്രശ്നം സാർ? ഇവിടെ വെച്ച് ഹെൽമെറ്റ് കാണുന്നില്ല. ഇത് ഇവിടുത്തെ നിത്യ സംഭവമാണ്. ഹെൽമെറ്റ് ലോക്ക് ചെയ്തിട്ട് മാത്രമേ എവിടെയും പോകാൻ പാടുള്ളൂ. ഛേ, ഇങ്ങനെയും ആൾക്കാരുണ്ടോ? വേഗം ബോൾ എടുക്ക്. എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്? ഓ, ആ ടിപ്പറിന്റെ പോക്ക് കണ്ടപ്പോഴേ തോന്നിയതാ. എന്താ മറി മറി മോളെ മോളെ രണ്ട് ഐസ്ക്രീം. വേറെ എന്തെങ്കിലും? ഒന്നും വേണ്ട. ഹലോ, അതെ, എപ്പോ? സുരേഷ് ഏട്ടാ, എന്താ പറ്റിയത്? അല്ല, ചേച്ചിക്ക് എന്തിനാ ഈ മാല? ഇത് ഞാൻ എടുത്തോട്ടെ? രാജേട്ടൻ വരുന്നതിന് മുമ്പ് ഇവിടുന്ന് എല്ലാം മോഷ്ടിച്ച് രക്ഷപ്പെടണം. രാജൻ എത്തിയത് കൊണ്ട് കുട്ടിയെ ആശുപത്രി എത്തിക്കാൻ കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞെന്നാണ് കേട്ടത്. കുട്ടിക്ക് എങ്ങനെയുണ്ട്? അപകടനില തരണം ചെയ്തു. ഓ, സമാധാനായി. ഇനി പേടിക്കാനൊന്നുമില്ല. എനിക്കൊരു ജീവിക്കണ്ട. എല്ലാത്തിനും കാരണം ഇതാണെങ്കിൽ ഈ നശിച്ച മദ്യം. ശിവൻ നാളെ ഒന്ന് വീട്ടിലേക്ക് വരണം. എനിക്കൊരു പോളിസി എടുക്കണം. ശരി സാർ, ഞാൻ നാളെ വരാം. രജനി, രജനി, നീ തയ്യാറായ? രജനി, 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 ഇവൾ എവിടെ പോയി കിടക്കുക? രജനി, രജനി, സുധേ, നിനക്കെന്താ പറ്റിയത്? എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? നിന്റെ താലിമാലയുടെ അലമാര തുറന്നു കിടക്കണ്ടല്ലോ. എന്റെ ഈശ്വര, ആഭരണമൊന്നും കാണുന്നില്ലല്ലോ, പണവും കാണുന്നില്ല. ദൈവമേ, ചതിച്ചോ? ഇതെല്ലാം കൊണ്ട് അവൾ കടന്നു കളഞ്ഞോ? അവളെ കണ്ടപ്പോഴേ തോന്നിയിരുന്നു ഒരു കള്ളലക്ഷണം. ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം കൊണ്ട് അവള് പോയി. താൻ സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്ക്, ഞാൻ അന്വേഷിക്കാം. നിനക്ക് എവിടെ നിന്നാടാ പെണ്ണിനെ കിട്ടിയേ? നാളെ അവളെ കൂട്ടി സ്റ്റേഷനിൽ വന്നില്ലെങ്കിൽ നിന്നെ പിടിച്ച് ഞാൻ ആളെ തൊടും, മനസ്സിലായടാ? രാജന്റെ കാര്യം കഷ്ടം തന്നെ. അടുത്ത ആഴ്ചയാണ് അവന്റെ ഭാര്യയുടെ ഓപ്പറേഷൻ. അതിനുവേണ്ടി കരുതി വെച്ച പണമാണ് വേലക്കാരെ അടിച്ചോണ്ട് പോയത്. രാജന്റെ കാര്യം മാത്രം എന്നോട് സംസാരിക്കണ്ട. എന്റെ കുടുംബം നശിപ്പിച്ചത് അവനാണ്. നിനക്ക് ധാരാളം പണം കടന്നത് സഹായിച്ച ആളല്ലേ അവൻ. കാരണ എനിക്ക് എന്റെ ഭാര്യ നഷ്ടപ്പെട്ടത്. അന്ന് മറക്കാൻ പറ്റാത്ത ആ ദിവസം.
ഹലോ ആ ലോൺ പാസ്സായി. ഓപ്പറേഷൻ ഇന്ന് തന്നെ നടത്താനുള്ള ഏർപ്പാടാക്കിക്കോ. മുതലും പലിശയും തരാതെ നീ എത്ര കാലയുടെ എന്നെ പറ്റിച്ചു കിടക്കുന്നേ? പ്ലീസ് രാജേട്ടാ, എന്നെ ഒന്നും ചെയ്യരുത്. എനിക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം. എന്റെ ഭാര്യയുടെ ഓപ്പറേഷൻ ആണെന്ന്. അടുത്ത മാസം പലിശ അടക്കം എല്ലാ കാശും തിരിച്ചു തരാം. പ്ലീസ് രാജേട്ടാ, പ്ലീസ്. എന്റെ മുന്നിൽ നാടകം കളിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലായിലടാ തേണ്ടി. സാക്ഷാൽ ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും നിന്നെ ഞാൻ വിശ്വസിക്കില്ല. അയ്യോ അയ്യോ, എന്റെ പണം കൊണ്ടുപോലെ. എന്റെ ഭാര്യയുടെ ഓപ്പറേഷനുള്ള പണമാ. ദൈവമേ, എന്റെ ഭാര്യയുടെ ഓപ്പറേഷൻ ഞാൻ എങ്ങനെ നടത്തും? ആ ഓപ്പറേഷൻ നടന്നിരുന്നെങ്കിൽ എനിക്ക് എന്റെ ഭാര്യ നഷ്ടപ്പെടില്ലായിരുന്നു. രാജേട്ടാ, നിങ്ങൾക്ക് കിട്ടാനുള്ള പണം പലിശ അടക്കം ഞങ്ങൾ വാങ്ങിത്തരാം. രാജേട്ടൻ ഒന്ന് കണ്ണടച്ചാൽ മാത്രം മതി. വേണ്ട, ഒന്നും വേണ്ട. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് നിങ്ങൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങളെ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ പോലും എനിക്ക് കഴിയൂല. അതുകൊണ്ട് ഞാൻ പറയാതെ പണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒന്നും ഇടപെടണ്ട. ഞാൻ പറഞ്ഞത് രാജാവും സന്നാഹവും കൂടി ആറതലെടുക്കാനാണ് പോകുന്നത്. അധികം ചിലക്കാതെ രാജേട്ടന് കൊടുക്കാനുള്ള ബാക്കി പണം കൊടുക്കടാ. ഇനി എന്നോട് പണം ചോദിച്ചാൽ എല്ലാവരെയും ഞാൻ അഴിയണ്ണിക്കും. എന്റെ കുടുംബം നീ തകർത്തതുപോലെ നിന്റെ കുടുംബവും ഞാൻ തകർത്ത് തരിപ്പണമാക്കും. അവസാനം നീ ഈ റോഡിലൂടെ ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു തിരിഞ്ഞു നടക്കും. ഇത് എന്റെ ഒരു ശാപമാണ്. ആ ശാപത്തിൽ നിന്നും എനിക്കൊരിക്കലും മോശം കിട്ടില്ല. അവസാനം നീ ഈ റോഡിലൂടെ ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു തിരിഞ്ഞു നടക്കും. ഇത് എന്റെ ഒരു ശാപമാണ്. ആ ശാപത്തിൽ നിന്നും എനിക്കൊരിക്കലും മോശം കിട്ടില്ല.